ഫോർ എക്സാമ്പിൾ ഓഹോ മീൻസ് ദെൻ ആ ഓഹോ എന്നുള്ളതിൻ്റെ അകത്ത് വരുന്ന ആ മീനിങ് വേറൊന്നാണ്. റൈറ്റ്, അതാണ് ഈ സിമാൻറ്റിക്സ് എന്നതിലൂടെ. അത് മാത്രമല്ല, അതിനോടനുബന്ധമായിട്ട് ഈ സമയത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജസും ഇമോഷൻസും ആണ്, വേർഡ്സ് അല്ല. അപ്പം ഈ കുഞ്ഞ് കാണുന്നതിലൂടെയും അനുഭവിക്കുന്നതിലൂടെയും രണ്ടാമത്തെ കാലഘട്ടം 7 തൊട്ട് 14 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മോഡലിംഗ് ആണ് ചെയ്യുന്നത്, അനുകരണത്തിന്റെ കാലഘട്ടം. ഇപ്പൊ നമുക്കറിയാം ഉദാഹരണത്തിന്, അപ്പൊ ഈ ഒരു 3 കാലഘട്ടത്തിലൂടെ ഒരു വ്യക്തി രൂപാന്തരപ്പെട്ടു. ഈ 3 കാലഘട്ടത്തിലൂടെ വന്നിരിക്കുന്ന ഏതെങ്കിലും സോ കോൾഡ് നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഈ റൂട്ട് കോസിൽ പോയിട്ട് എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് നമ്മൾ റൂട്ട് കോസ് കണ്ടെത്തി അതിനെ നമ്മളൊരു തെറാപ്യൂട്ടിക് അപ്രോച്ചിലൂടെ കൊണ്ടുപോയി അവിടെ അത് പരിഹരിച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് NLP, ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം. കഴിഞ്ഞ നിരവധി വർഷങ്ങളായിട്ട് കോർപ്പറേറ്റ് ട്രെയിനർ, മെന്റൽ വെൽനസ് തെറാപ്പിസ്റ്റ് ഡോക്ടർ പോൾ തോമസ് സാർ, ബാക്ക് മീഡിയയിലേക്ക് സ്വാഗതം. താങ്ക് യു. സാർ, ഇത് എന്താണ് NLP? NLP എന്നുള്ള ഒരുപാട് പേര് മാർക്കറ്റിൽ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. സാധാരണപ്പെട്ട ഒരാൾക്ക് ഈ NLP കൊണ്ട് എന്താണ് ഉപയോഗം? പല രീതിയിൽ മനസ്സിനെ ചേഞ്ച് ചെയ്യാം, അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക, നിങ്ങളുടെ പ്രൊഡക്റ്റ് വോളിയം അല്ലെങ്കിൽ സെയിൽസ് വോളിയം അല്ലെങ്കിൽ നിങ്ങളുടെ ബിസിനസ് വോളിയം പല രീതിയിൽ മാറ്റാന്നൊക്കെ പല രീതിയിലുള്ള കഥകളുണ്ട്. ഒരുപാട് ട്രെയിനേഴ്സും ഉണ്ട്. ഞാൻ ആരെയും എന്താ പറയുക, ഒരിക്കലും ഒരു രീതിയിലും ഇത് എന്താ പറയുക അവരുടെ ക്വാളിറ്റിയെ ക്വസ്റ്റ്യൻ ചെയ്യുന്നതല്ല. ആക്ച്വലി എന്താണ് NLP, എന്താണ് ഉപയോഗം? ഓക്കെ, ആക്ച്വലി ദാറ്റ്സ് എ വെരി ഗുഡ് ക്വസ്റ്റ്യൻ. ഓക്കെ, ഈ NLP എന്ന് പറയുമ്പോൾ അതിന്റെ 3 അക്ഷരങ്ങളാണ്. N സ്റ്റാൻഡ്സ് ഫോർ ന്യൂറോ, നമ്മളെ നാഡീവ്യൂഹം എന്ന് പറയും. രണ്ടാമത്തെ L ലിംഗ്വിസ്റ്റിക് ആണ്. പക്ഷെ ലിംഗ്വിസ്റ്റിക് എന്ന് പറയുമ്പോൾ ഒരു ഭാഷ അല്ലെങ്കിൽ ലാംഗ്വേജ് എന്നതിന്റെ അപ്പുറത്തേക്ക് ഇത് കൂടുതൽ ഒരു സിമാൻറ്റിക്സ് ഓഫ് ദ ലാംഗ്വേജ് ആണ്. അപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മൾ പറയാം അറബി, മലയാളം, ഇംഗ്ലീഷ്, കന്നഡ, തമിഴ്, ഇതെല്ലാം ലാംഗ്വേജ് ആണ്. അപ്പൊ ഇവിടെ ഈ NLPയുടെ പോയിന്റ് ഓഫ് വ്യൂല് ആ കോൺസെപ്റ്റില് ദ മീനിങ് ഓഫ് ദ ലാംഗ്വേജ് വിച്ച് ഇസ് സിമാൻറ്റിക്സ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇപ്പൊ നമ്മൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ചില ജസ്റ്റേഴ്സ്, അതല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന ചില സ്വരങ്ങള്, ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഓഹോ മീൻസ് ദെൻ ആ ഓഹോ എന്നുള്ളതിൻ്റെ അകത്ത് വരുന്ന ആ മീനിങ് വേറൊന്നാണ്. റൈറ്റ്, അതാണ് ഈ സിമാൻറ്റിക്സ് എന്നതിലൂടെ. അത് മാത്രമല്ല, അതിനോടനുബന്ധമായിട്ട്. അപ്പൊ മീനിങ് ഓഫ് ദ ലാംഗ്വേജ് ആണ് ശരിക്കും L സ്റ്റാൻഡ്സ് ഫോർ. ദെൻ പ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത് റിയലി ഇറ്റ്സ് എ ബിഗ് ലോങ് സബ്ജക്ട്. അതായത് മനഃശാസ്ത്രജ്ഞന്മാരുടെ ഇടയിൽ ഒത്തിരിയധികം മേഖലകളിൽ ധാരാളം അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പം ഫോർ എക്സാമ്പിൾ സിഗ്മണ്ട് ഫ്രോയിഡും കാൾ യൂങ്ങും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. പല മനഃശാസ്ത്രജ്ഞന്മാർ തമ്മിലും അതുണ്ട്. പക്ഷെ ഈ NLPയിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ NLP പഠിപ്പിക്കുന്ന ഈ പ്രോഗ്രാമിംഗിലേക്ക് വരുമ്പോൾ, ഈ മനഃശാസ്ത്രജ്ഞന്മാരെല്ലാവരും കൂടെ ഒരേപോലെ എഗ്രി ചെയ്യുന്ന ഒരു പോയിന്റ് ആണ്, ഏതൊരു മനുഷ്യന്റെയും ജീവിതത്തിൽ 3 ബേസിക് ആയിട്ടുള്ള കാലഘട്ടങ്ങളുണ്ട്. അത് 3ഉം ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്ന ഏറ്റവും നിർണായകമായ കാലഘട്ടവുമാണ്. അതിൽ ഒന്നാമത്തേതാണ് 0 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടം. നമ്മൾ അതിനെ വിളിക്കുന്ന ഇംപ്രിന്റിംഗ് പീരീഡ് എന്നാണ്. ദെൻ വാട്ട് ഇസ് ഇംപ്രിന്റിംഗ്? ഇംപ്രിന്റിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ കാർബൺ കോപ്പിയിലൊക്കെ എഴുതുന്നത് പോലെയാണ്. അപ്പോൾ ആ 0 മുതൽ 7 വയസ്സ് വരെയുള്ള കാലഘട്ടത്തിൽ ഈ ബോധ മനസ്സ് ഡെവലപ്പ് ചെയ്യാത്ത കാലഘട്ടമാണ്. അതേസമയം സബ് കോൺഷ്യസും അൺകോൺഷ്യസും ഒക്കെ ഉണ്ട്. ഈ സമയത്തെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇമേജസും ഇമോഷൻസും ആണ്, വേർഡ്സ് അല്ല. അപ്പം ഈ കുഞ്ഞ് കാണുന്നതിലൂടെയും അനുഭവിക്കുന്നതിലൂടെയും ആ കുഞ്ഞിന്റെ ഉള്ളിലേക്ക് വരുന്നത് അവിടെ ഇംപ്രിന്റ് ചെയ്ത് ശക്തമായ രീതിയിൽ ആലേഖനം ചെയ്ത് അത് ഉപബോധ മനസ്സിൽ രൂപപ്പെട്ടിരിക്കുകയാണ്. അതാണ് ആദ്യത്തെ കാലഘട്ടം. രണ്ടാമത്തെ കാലഘട്ടം 7 തൊട്ട് 14 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. ഈ ഒരു കാലഘട്ടത്തിൽ മോഡലിംഗ് ആണ് ചെയ്യുക, അനുകരണത്തിന്റെ കാലഘട്ടം. ഇപ്പൊ നമുക്കറിയാം ഉദാഹരണത്തിന് പേരൻസിനെ അനുകരിക്കുന്ന കുട്ടികൾ, അധ്യാപകരെ അനുകരിക്കുന്ന കുട്ടികൾ, അപ്പം എല്ലാം അവര് അനുകരണത്തിന്റെ ഒരു കാലഘട്ടമാണ്. മൂന്നാമത്തേത് 14 തൊട്ട് 21 വയസ്സ് വരെയുള്ള കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ വിളിക്കുന്ന സോഷ്യലൈസേഷൻ, അതായത് മറ്റുള്ള ജനങ്ങളുമായിട്ട് ഇടപെടുന്ന ആ കാലഘട്ടം, ഈ പിയർ ഗ്രൂപ്പിന്റെ ഒക്കെ സ്വാധീനമുള്ള ഈ ഒരു കാലഘട്ടത്തിലൂടെ സത്യത്തില് 3 കാലഘട്ടമായി. അപ്പൊ ഈ ഒരു 3 കാലഘട്ടത്തിലൂടെ ഒരു വ്യക്തി രൂപാന്തരപ്പെട്ടു. അപ്പൊ ഇവിടെ P സ്റ്റാൻഡ്സ് ഫോർ പ്രോഗ്രാമിംഗ് ആണ്. എന്നാൽ NLPയുടെ ഇവിടുത്തെ ഒരു കോൺട്രിബ്യൂഷൻ ഈ 3 കാലഘട്ടത്തിലൂടെ വന്നിരിക്കുന്ന ഏതെങ്കിലും സോ കോൾഡ് നെഗറ്റീവ് ആയിട്ടുള്ള എനർജിയോ അല്ലെങ്കിൽ വാട്ട് എവർ ഇറ്റ് ഈസ്, അതിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഈ
NLP എന്നതിലൂടെ അർത്ഥം. അതാണ് പ്രോഗ്രാമിംഗ്. ഇറ്റ്സ് എ കണ്ടിന്യൂസ് പ്രോസസ്സിംഗ് ആണ്. ഓക്കെ. ഇതിന്റെ ഈ NLP യുടെ ഫൗണ്ടർ എന്ന് പറയുന്നത് ഒരു US ബേസ്ഡ് അദ്ദേഹം അല്ലേ? പേര് റിച്ചാർഡ് ബാൻഡ്രി അല്ലേ? സോ അപ്പം ഈ ഇദ്ദേഹത്തിനെ ഫോളോ ചെയ്യുന്ന ഒരു വലിയ ലാർജസ്റ്റ് സമൂഹമുണ്ട്. ഇവിടെ കോൺഫ്ലിക്റ്റ് പല ഭാഗങ്ങളിലും വരുന്നത് ഈ NLP എന്ന് പറഞ്ഞിട്ട് ഇപ്പം സാറ് പറഞ്ഞ പോലെ കോൺഷ്യസ് ലെവലും സബ് കോൺഷ്യസ് ലെവലും. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബോധമനസ്സും നമുക്ക് തിരിച്ചറിയാനുള്ള ഒരു വിവരം വരുന്നത് തങ്ങളെ പോലെയുള്ള അല്ലെങ്കിൽ ഒരു വലിയ എക്സ്പേർട്ട് ആയിട്ട് സംസാരിക്കുമ്പോൾ മാത്രമാണ്. സാധാരണപ്പെട്ട ഓഡിയൻസിന് ചിലപ്പോൾ തിരിച്ചറിയാൻ പറ്റുന്ന വരില്ല. അപ്പോൾ നമ്മൾ കൺസീവ് ചെയ്യുന്ന വേർഡ്സ് നെഗാണോ പോസിറ്റീവ് ആണോ അല്ലെങ്കിൽ നമ്മളെ ബിഹേവിയർ പാറ്റേൺസ് നമുക്കറിയില്ല. സോ അപ്പോൾ ഇത് സാധാരണ രീതിയിൽ ഒരാളുടെ പാത്വേ എങ്ങനെ ഈ ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാം വഴി മാറ്റിയെടുക്കാൻ പറ്റും? ഓക്കെ, നമ്മൾ ഈ ഇതിന്റെ കോ ഫൗണ്ടർ റിച്ചാർഡ് ബാൻഡറും പിന്നെ ജോൺ ഗ്രിൻഡറും കൂടിയുണ്ട്. ഗ്രിൻഡർ ഓക്കെ, ഇവർ രണ്ടും കൂടിയാണ് ഇത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ഒരു വ്യക്തിയിലെ ബിഹേവിയറൽ പാറ്റേൺ, ആ ബിഹേവിയറൽ പാറ്റേൺ വരുമ്പോൾ ആ വ്യക്തിക്കും അതേപോലെ അല്ലെങ്കിൽ ആ വ്യക്തിയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന വ്യക്തികൾക്കും ഒരു ബോധ്യം വരും, ഈ ചെയ്യുന്ന കാര്യങ്ങൾ ഭംഗിയല്ല, അല്ലെങ്കിൽ ഇത് സ്വീകാര്യമല്ല, ഇത് സൊസൈറ്റിക്ക് ചേർന്നതോ അല്ല പേഴ്സണൽ ലൈഫിന് ചേർന്നതോ അല്ല എന്നൊരു അവബോധം വരുമ്പോൾ അവർ ഇതിനെ എന്ത് ചെയ്യണം എന്നതിലേക്ക് ചിന്തിക്കും. അപ്പം നമ്മളെപ്പോലുള്ള ആൾക്കാരുടെ അടുത്തേക്ക് വരുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് ഇവർക്ക് ഇഫക്റ്റിലാണ് സാധാരണഗതിയിൽ നമ്മളെല്ലാവരും വർക്ക് ചെയ്യുന്നത്. നമ്മളിവിടെ ചെയ്യുന്ന ഇഫക്റ്റിൽ വർക്ക് ചെയ്യല്ല. ഇഫക്റ്റിൽ വർക്ക് ചെയ്താൽ അത് പരിഹരിക്കപ്പെടില്ല. നമ്മൾ ചെയ്യുന്നത് റൂട്ട് കോസിലേക്ക് പോകും. ഈ റൂട്ട് കോസിൽ പോയിട്ട് എവിടെയാണ് ഈ പ്രശ്നം ഉണ്ടായത് എന്ന് നമ്മൾ റൂട്ട് കോസ് കണ്ടെത്തി അതിനെ നമ്മളൊരു തെറാപ്യൂട്ടിക് അപ്രോച്ചിലൂടെ കൊണ്ടുപോയി അവിടെ അത് പരിഹരിച്ച് കഴിഞ്ഞിട്ട് മാത്രമാണ് നമുക്ക് അതിനെ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കുള്ളൂ. ഓക്കെ, ഇൻട്രസ്റ്റിംഗ്. ഈ പറയുന്ന തെറാപ്പി എന്ന് പറയുന്നത് ഇപ്പോൾ പല രീതിയിലുള്ള തെറാപ്പി മാർക്കറ്റിലുണ്ട്. സോ അപ്പോൾ ഈ എല്ലാ പേരും ഇത് അക്സെപ്റ്റഡ് ആണോ ഈ തെറാപ്പി എന്ന് പറയുന്നത്? ആക്ച്വലി ഇതിൻ്റെ അകത്ത് ഈ തെറാപ്യൂട്ടിക് അപ്രോച്ചിൽ വരുന്ന ഒരാളുണ്ട്, ഒരു പ്രശ്നവുമായിട്ട് വരുന്ന ആൾക്കാർ ഇത് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, മറ്റുള്ള ആൾക്കാർ പുറമേ നിന്ന് ഇതിനെ വിമർശിക്കും. ഈ വിമർശിക്കുന്നവർക്ക് സത്യത്തിൽ ഇത് എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാത്തതുകൊണ്ടാണ് ഈ വിമർശനം അവിടെ ഉണ്ടാകുക. നേരിയ ഒരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇതിന്റെ ഒരു സൈക്കോളജിക്കൽ ആൻഡ് സയന്റിഫിക്കൽ ഒരു പാത്വേ ഉണ്ട്, അല്ലെങ്കിൽ അതിന്റെ സഹായത്തോടെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇത് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അത് സ്വീകാര്യമാണ്. ഓക്കെ, സോ അപ്പോൾ ഈ മാനസികമായിട്ട് ഫേസ് ചെയ്യുന്ന ഏത് തരം പ്രശ്നങ്ങൾക്കും ഈ പറയുന്ന തെറാപ്പി അപ്രോച്ചിൽ കൂടെ പോയി കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും മാറ്റാൻ കഴിയുമെന്നാണ് സാർ പറയുന്നത്? തീർച്ചയായിട്ടും. അതായത് ഒരു സൈക്കോസിസിലേക്ക് പോയ വിഷയങ്ങളുണ്ട്. ഓക്കെ, മാനസികമായി വിഭ്രാന്തി അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സൈക്കാട്രിസ്റ്റിനെ തന്നെ അവർ കാണും. അതേസമയം ഒരു അതിന് തൊട്ട് ഇപ്പൊ ന്യൂറോസിസ് എന്ന് പറയുന്ന ഒരു സ്റ്റേജ് ഉണ്ട്. നമ്മൾ അതിനെ 5 ഘട്ടമായിട്ടാണ് തരത്തിരിക്കുന്നത്. ഒന്ന് നമ്മൾ ഫോണിക് ലെവൽ എന്ന് പറഞ്ഞാൽ ഒരു മിഥ്യാധാരണ. ഈ പലപ്പോഴും മിഥ്യാധാരണ നമുക്ക് എല്ലാവർക്കും വരുന്നതാണ്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ നമ്മളൊരു ഡ്രസ് ചെയ്ത് പുറത്തേക്ക് പോകുമ്പോൾ ആൾക്കാർ നമ്മളെ നോക്കുന്നുണ്ടോ അല്ലെങ്കിൽ അവർ അങ്ങനെയാണോ ഇതിനെ കാണുന്നത് എന്നൊക്കെ, അതാണ് ഈ ഫോണിക് ലെവൽ എന്ന് പറയുന്നത്. രണ്ടാം ഫോബിക് എന്ന് പറയുന്നത് ഭയാനകമാണത്. വിത്തൗട്ട് എനി റീസൺ ഇറാഷണൽ ഫിയറിനെയാണ് നമ്മൾ ഈ ഫോബിക് എന്ന് വിളിക്കുന്നത്. യുക്തിരഹിതമാണ്. അങ്ങനെ ഒരു ഘട്ടം വരും. പിന്നെ വരുന്ന ഒരു ഇംബാസസ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ ഒരു പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത ഒരു അവസ്ഥയിൽ കുടുങ്ങിക്കിടക്കുന്ന കെട്ടിക്കിടക്കുന്ന ഒരു അവസ്ഥ വരും. അത് കഴിഞ്ഞാൽ ഇംബാസസ് കഴിഞ്ഞാൽ ഇംപ്ലോസീവ് വരും. എന്ന് പറഞ്ഞാൽ ഉള്ളിൽ ഇങ്ങനെ വരിഞ്ഞ് പൊട്ടുന്ന ഒരു അവസ്ഥയുണ്ട്. ഒരു അതിനെ നമ്മൾ ഒരിക്കലും മാനസികവും ശാരീരികവും വൈകാരികവുമായിട്ടുള്ള ആത്മീയ സംഘടനകളിലൂടെ അല്ലെങ്കിൽ സംഘർഷങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നു എന്ന് ചില ആൾക്കാർ പറയാറുണ്ട്. അത് ഈ ഒരു സ്റ്റേജാണ്. ഇത് കഴിഞ്ഞാൽ എക്സ്പ്ലോഷനാണ്, എക്സ്പ്ലോസീവ്, പിന്നെ പൊട്ടിത്തെറിക്കും. അത് കഴിഞ്ഞ പിന്നെ സൈക്കോസിസിലേക്ക് പോകും. അപ്പൊ ഈ ഇംപ്ലോസീവ് ഈവൻ ഇൻ ദ ബിഗിനിങ് ഓഫ് എക്സ്പ്ലോസീവ് വരെയും നമുക്ക് ആള് സഹകരിക്കുകയാണെങ്കിൽ ചില സാഹചര്യത്തിൽ ആ ആളുടെ കൂട്ടത്തിൽ അവരുടെ ഇപ്പൊ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെങ്കിൽ 2 പേരും അല്ലെങ്കിൽ പേരൻസ് അല്ലെങ്കിൽ മക്കള് ഇവരുടെ സഹകരണവും കൂടെ വേണ്ടിവരും. അങ്ങനെ വന്നാൽ തീർച്ചയായിട്ടും അതിനെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനൊരു സംഭവം ഉണ്ട്. ഈ പറയുന്ന സൈക്കോസിസിലേക്ക് പോകുന്നതിന് മുൻപത്തെ സ്റ്റേജ് വരെയും ഇത് ശരിക്കും മാറ്റിയെടുക്കാനുള്ള സാഹചര്യങ്ങളുണ്ട്. അപ്പം ഈ പറയുന്ന മാനസിക പ്രശ്നങ്ങളുടെ ഒരു പരിധിവരെ ക്ലാരിറ്റി കിട്ടി. സോ നെക്സ്റ്റ് വളരെ ഒരു ലാർജസ്റ്റ് ഓഡിയൻസ് ഫേസ് ചെയ്യുന്ന ഒരു മാർക്കറ്റിംഗ് കണ്ടന്റ് അല്ലെങ്കിൽ ഒരു
ക്ലീഷയായിട്ട് പറയുന്ന നിങ്ങളുടെ ബിസിനസ് എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ NLP സപ്പോർട്ട് ചെയ്യുന്നു. സോ അപ്പോൾ അതിനകത്ത് ഇപ്പോൾ ഈവൻ നമ്മളെല്ലാവരും ബിസിനസ് ചെയ്യുന്ന ആൾക്കാർ സ്വാഭാവികമായിട്ട് അതിനകത്ത് ഓടിപ്പോയി വീഴും. വാട്ട് എവർ ദ പേയ്മെന്റ് വിച്ച് ദേ ആർ ആസ്കിങ് 10,000 25,000 വി ആർ റെഡി ടു പേ ടു എൻഹാൻസ് ദ ബിസിനസ്. സോ അത് എങ്ങനെയാണ് ബിസിനസ്സിനെ എൻഹാൻസ് ചെയ്യിപ്പിക്കാൻ പറ്റുക? തീർച്ചയായിട്ടും ഈ NLPയുടെ ഏറ്റവും വലിയൊരു സൗന്ദര്യം എന്ന് പറയുന്നത് നമ്മള് മലയാളത്തില് അല്ലെങ്കിൽ നാടൻ ശൈലി പറഞ്ഞാല് വശീകരിക്കുകയാണ്. പക്ഷെ അതിന്റെ പ്രോപ്പർ ടേംസ് വരുന്നത് റാപ്പോ ബിൽഡ് ചെയ്യാന്ന്. ഈ റാപ്പോ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് അതിന്റെ ഒരു സയന്റിഫിക് പ്രോസസ് ഉണ്ട്. ആ പ്രോസസ്സാണ് നമ്മൾ ഇവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അൺഫോർച്ചുനേറ്റ്ലി ഓർ ഫോർച്ചുനേറ്റ്ലി നമ്മുടെ പലപ്പോഴും നമ്മുടെ നാട്ടിലൊന്നും ആവശ്യത്തിനുള്ള ട്രെയിനേഴ്സ് ഇല്ല എന്നുള്ളതാണ് ഈ NLPയുടെ ആധികാരികമായിട്ടുള്ള ഒരു ഇത് പഠനത്തിലേക്ക് അല്ലെങ്കിൽ ഈ പഠിപ്പിക്കാനായിട്ട്. ഈ റാപ്പോ ഒക്കെ പഠിപ്പിക്കുന്നത് വളരെ ചുരുക്കം ചില ആൾക്കാരാണ്. ഈ എന്താണ് ഈ റാപ്പോ എന്ന് പറയുന്നത്? നമ്മൾ തമ്മിൽ നല്ല ഹെൽത്തി റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സൗഹൃദം കൂട്ടുകെട്ടുണ്ടാക്കി എടുക്കുക എന്നതാണ്. അതിന്റെ കാരണം എന്താണ് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, ഇപ്പൊ ഞാൻ ഒരു സാധനം ഇപ്പൊ പ്രദീപിന് വിൽക്കാനായിട്ട് വരികയാണ്. അപ്പം നമ്മൾ തമ്മില് ഒരു സെയിൽസ് അല്ലെങ്കിൽ ഏത് സോർട്ട് ഓഫ് ബിസിനസ് നടക്കണമെങ്കിലും നമ്മൾ തമ്മിൽ ആക്ച്വലി നല്ല ഒരു കെമിസ്ട്രി ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ഈ റാപ്പോ എന്ന് പറയുന്നത്. ഞാൻ സെയിൽസിനെ കാണുന്നത് ഈ രീതിയിലല്ല. ഞാൻ കാണുന്നത് എന്നെ ആദ്യം വിൽക്കണം, പ്രൊഡക്റ്റ് രണ്ടാമത്തെ. സോ സെയിൽ ദ റിലേഷൻഷിപ്പ് അതില് വളരെ ശക്തമായ രീതിയിൽ ഈ NLPക്ക് ചെയ്യാനായിട്ട് സാധിക്കും. കാരണം ഒരു കോമൺ ഫിനോമിന എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇപ്പൊ നമ്മൾ ചില വ്യക്തികളെ നമ്മൾ കാണുമ്പോൾ ജീവിതത്തിൽ ഏറ്റവും ആദ്യമായിട്ട് കാണുന്നതാണ്. എന്നാൽ അവരെ കാണുമ്പോൾ എന്തോ നമുക്ക് മനസ്സിൽ അവരോടൊരു ഇഷ്ടമുണ്ടാവും, ഒരു താല്പര്യം തോന്നും. കുഴപ്പമില്ല, നല്ല കൂട്ടുകൂടാം, തോന്നാം എന്നൊരു ഫീല് വരാം. എന്നാൽ അതേ സമയത്ത് തന്നെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുന്നതായിരിക്കും ഹി ഓർ ഷീ മേ ബി എ ഹോളി പേഴ്സൺ. എങ്കിലും നമ്മൾ വെറുതെ ക്രിക്കറ്റ് ഒരു കുത്തു കൊടുക്കാൻ തോന്നുന്ന ശൈലിയിലുള്ള ഒരു ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും വരും. അപ്പൊ ബിസിനസ്സിൽ അങ്ങനെ അനിഷ്ടമൊന്നുമില്ല. അപ്പൊ അത്തരം ഘട്ടങ്ങളിൽ നമുക്ക് NLPയുടെ ടൂൾസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് സെയിൽസ് വർദ്ധിപ്പിക്കുവാനായിട്ട് സാധിക്കും. അപ്പോൾ NLP പ്രോപ്പറായിട്ട് പഠിക്കുന്നവർക്ക് ഈ ടൂൾസ് എന്താണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈ പറയുന്ന എവിടെ വേണോ അവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. പേഴ്സണൽ ലൈഫ്, ഏത് പേഴ്സണൽ ലൈഫ് ഓർ ബിസിനസ് ലൈഫ്, പ്രൊഫഷണൽ ലൈഫ്, പേഴ്സണൽ ലൈഫ്, എവരിവേ. അതുപോലെ ചിലപ്പം ഈ പറയുന്ന NLP ഇങ്ങനെ ഇതുമായിട്ട് അനുബന്ധമുള്ള ഒരുപാട് സബ്ജക്റ്റുകളുണ്ട്. ഈ സബ്ജക്റ്റുകൾ മെയിനായിട്ട് കാറ്റഗറി ചെയ്തിരിക്കുന്നത് സ്യൂഡോ സയൻസിലാണ്. അപ്പൊ എന്തുകൊണ്ടാണ് സ്യൂഡോ സയൻസ് എന്ന് പറയുന്നത്? ആക്ച്വലി ഇത് എന്തായാലും താങ്ക് യു ഫോർ ആസ്കിങ് ദാറ്റ് പർട്ടിക്കുലർ ക്വസ്റ്റ്യൻ. ഇത് ഏറ്റവും അധികം ലോകം ഇന്ന് അഭിമുഖീകരിക്കുന്ന ഒരു സബ്ജക്റ്റാണ് ഈ NLP എന്ന് പറയുന്ന സ്യൂഡോ സയൻസ് ആണ്. അപ്പൊ സത്യത്തിൽ എനിക്ക് അങ്ങനെയാണെങ്കിൽ അത്തരത്തിൽ ചിന്തിക്കുന്ന ആൾക്കാരോട് ചോദിക്കാനുള്ളത്, മാത്സ് ഒരു സയൻസ് ആണോ? മാത്സ് മെയിൻ സ്ട്രീമിൽ വരുന്ന സയൻസ് അല്ല. പക്ഷെ ആരെങ്കിലും മാത്സിനെ സയൻസ് അല്ല എന്ന് പറഞ്ഞാൽ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. പക്ഷെ ആക്ച്വലി നമുക്കറിയാം ഈ മെയിൻ സ്ട്രീമിൽ വരുന്ന ഒന്നല്ല മാത്സ്. പക്ഷെ മാത്സിനെ ആർക്കും എന്ത് ചെയ്യാനും പറ്റത്തില്ല, തള്ളിക്കളയാൻ പറ്റത്തില്ല. മാത്സ് ഇസ് റിയലി മാത്സ്. അതിന്റെ കണക്ക് തന്നെയാണല്ലോ. അപ്പൊ അതിനെ നമുക്ക് മാറ്റിക്കളയാൻ പറ്റത്തില്ല. ഇതേപോലെ ഈ സ്യൂഡോ സയൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫോർ എക്സാമ്പിൾ ഈ ഒരുപക്ഷെ പ്രദീപ് കേട്ടിട്ടുണ്ട്, ഐവൻ പൗലോഫ് എന്ന് പറയുന്ന റഷ്യൻ സൈക്കോളജിസ്റ്റ്. അദ്ദേഹം ഈ പട്ടികളിൽ പിന്നെ പരീക്ഷണം നടത്തുന്നുണ്ട്. അതിന്റെ കണ്ടീഷനിങ് എന്നാണ് ക്ലാസിക്കൽ കണ്ടീഷനിങ്. അതായത് പട്ടിക്ക് സ്റ്റീക്ക് കൊടുക്കുന്നു, ബെല്ലടിക്കുന്നു, സലൈവ ജനറേറ്റ് ചെയ്യുന്നു. അങ്ങനെ ഒരു ന്യൂറോ പാത്വേ അവിടെ ഡെവലപ്പ് ചെയ്തു. അപ്പം കുറച്ച് നാളുകൾ കഴിഞ്ഞ് ആ പാത്വേ ഡെവലപ്പ് ചെയ്തത് ഇങ്ങനെയാണ്, സൗണ്ട് കേട്ട് കഴിഞ്ഞാൽ ഉടനെ ഫുഡ് കിട്ടും എന്ന കോൺസെപ്റ്റ്. അപ്പം സ്വാഭാവികമായിട്ടും സലൈവ ജനറേറ്റ് ചെയ്തു. പിന്നീട് എന്ത് ചെയ്തു? ബെല്ലടിച്ചു, ഫുഡ് കൊടുത്തില്ല. പക്ഷെ ഈ കെമിസ്ട്രി അല്ലെങ്കിൽ എന്താ പറയുക, നമ്മുടെ വായിൽ വരുന്ന ഉമ്മിനീര് പോലെ ആ സലൈവ അത് ജനറേറ്റ് ചെയ്തു. അതിനെ കണ്ടീഷനിങ് എന്നാണ് പറയാ, ക്ലാസിക്കൽ കണ്ടീഷനിങ്. നമ്മൾ ഈ NLPക്കകത്തും ഇതേ സാധനം ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പ്രോസസ്സിങ് അതേപോലെ തന്നെയാണ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യുന്നത്, ഈ നമ്മളെ മുഴുവൻ നിയന്ത്രിക്കുന്നതും നയിക്കുന്നതും നമ്മുടെ വൈകാരിക മേഖലയെ മുഴുവൻ കൊണ്ടുപോകുന്നത് നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ന്യൂറോ കെമിസ്ട്രിയാണ്. ഓരോ ന്യൂറോ ട്രാൻസ്മിറ്റർ, ന്യൂറോ പെപ്റ്റൈഡ് എന്നൊക്കെ വിളിക്കുന്ന കെമിസ്ട്രി തന്നെയാണ്. അപ്പൊ നമ്മൾ ഇവിടെ ഇതിനെ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട
ഒന്നാമത്തെ കാരണം പലപ്പോഴും ഈ പഠിപ്പിക്കുന്ന ആൾക്കാർക്ക് ഈ NLPയുടെ ടെക്നിക്കുകൾ, ഏത് ടെക്നിക്കാണെങ്കിലും അത് വർക്ക് ചെയ്യുന്നതിന്റെ പിന്നിലെ സയൻസ് പലപ്പോഴും പഠിപ്പിച്ച് കൊടുക്കാത്തത് കൊണ്ടാണ്. ഇത് പഠിപ്പിച്ച് കൊടുത്തു കഴിഞ്ഞാൽ അവർക്കറിയാം, ഓ ദാറ്റ്സ് ട്രൂ, ഇതൊരു സയൻസ് ഇതിന്റെ പിന്നിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാവും. പക്ഷെ അൺഫോർച്ചുനേറ്റ്ലി അറിയാത്തതുകൊണ്ടാണോ ഇനി സമയമില്ലാത്തതുകൊണ്ടാണോ ഈ ടെക്നിക്കുകളുടെ പിന്നിലുള്ള പ്യുവർ സയൻസ് പറഞ്ഞ് കൊടുക്കാത്തത് കൊണ്ട് മാത്രമാണ് ഇതിനെ പലപ്പോഴും സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്നത്. ഇതിൻ്റെ അകത്ത് മനഃശാസ്ത്രം വരുന്നത്, അതിൻ്റെ അകത്ത് മൈൻഡിനെ പറ്റിയിട്ട് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെയും കാൾ യുങ്ങിൻ്റെയും, അതായത് ഒരു 100-ലധികം മനഃശാസ്ത്ര വിദഗ്ധന്മാരുടെ കോൺട്രിബ്യൂഷൻസ് ആക്ച്വലി NLPയിൽ എടുത്തിട്ടുണ്ട്. പല രീതിയിലും ഭാവത്തിലുമായിട്ട് ഇത് എടുത്തിട്ടുണ്ട്. ഇറ്റ്സ് എ ലോങ് സബ്ജക്റ്റാണ്. ഓക്കെ അൺഫോർച്ചുനേറ്റ്ലി ഇത് പലർക്കും അറിയില്ല. എസ്പെഷ്യലി ഈ നമ്മുടെ ഏഷ്യൻ സൈഡിലേക്കൊന്നും ഇത് അത്ര അങ്ങ് ഡെവലപ്പ് ചെയ്തിട്ടില്ല. അതാണ് വൺ ഓഫ് ദ റീസൺസ് ആക്ച്വലി. വെരി ഇൻട്രസ്റ്റിംഗ് സാർ. ഇപ്പം ഈ പറയുന്ന NLP സാധാരണപ്പെട്ടവർക്ക് ഒരുപാട് ഉപയോഗം ഉള്ളതാണെന്നുള്ളതാണ് ഇപ്പൊ മനസ്സിലാക്കുന്നത്. തീർച്ചയായും. സോ ഇപ്പൊ ഈവൻ അവരുടെ പേഴ്സണൽ ലൈഫിനകത്ത് ഒരുപാട് ടൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും, ആൻഡ് ബിസിനസ് ലൈഫിനകത്ത് ടൂൾ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നല്ലൊരു എക്സ്പെർട്ടിനെ കണ്ടുപിടിക്കട്ടെ. ഈവൻ ഇപ്പം സാറിന്റെ പ്രോഗ്രാം ആണെങ്കിലും നന്നായിട്ട് മുന്നോട്ട് പോട്ടെ. നന്ദി, നമസ്കാരം. താങ്ക് യു സോ മച്ച്. താങ്ക് യു.